കാണുമ്പോക്കിന് കുറ്റപ്പെടുത്തരുത്. കാണുമ്പോഴേക്കിന് അവരുടെ ആറ്റിറ്റ്യൂഡിനെ ഇപ്പം ബോയ്സൊക്കെ പറയണത് പിന്നെ നമ്മൾ അത്യാവശ്യം മുടിയും അതേപോലെ തന്നെ നല്ല ബോഡിയും നല്ല ഫിറ്റൊക്കെ ആയി നല്ല നല്ല സുന്ദരനായിട്ട് നടന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു ടീം ഉണ്ടാവില്ല എന്നാ. പുതിയ കാലഘട്ടത്തിലെ തോട്ടം അതൊക്കെയാണ്. സ്കൂളിൽ ഒരു ടീം ഉണ്ടാവില്ല, കോളേജിലെത്തുമ്പോൾ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട രീതിയിലായി മാറും. അപ്പം അവരുടെ ബോഡി ബിൽഡ് ചെയ്യണതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇതിനൊക്കെ ഉൾക്കൊണ്ടും അംഗീകരിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോകാന്നുള്ളതാണ്. മാക്സിമം അഭിനന്ദിക്കുകയും ചെയ്യാം. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അംഗീകരിക്കുക, അഭിനന്ദിക്കുക. ഒരു നന്മ ചെയ്താൽ ഉടനെ തന്നെ അത് പിന്നേക്ക് വെക്കരുത്. ഉടനെ തന്നെ അഭിനന്ദനങ്ങൾ കൊടുക്കുക. ഒരു മടി കാണിക്കണ്ട. ബാപ്പ ആയിക്കോട്ടെ ഉമ്മ ആയിക്കോട്ടെ തിരിച്ചിങ്ങോട്ടും കിട്ടും. ഉമ്മ നന്നായിന് കേട്ടോ, കറി നന്നായിന്, പത്തിരി നല്ല സോഫ്റ്റ് ഉണ്ട്, കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങോട്ട് കൊടുത്താൽ, കൊടുത്തില്ലെങ്കിൽ കിട്ടൂല. കിട്ടാൻ വേണ്ടിയിട്ട് ആവരുത് കൊടുക്കുന്നതും. ഇതും ശ്രദ്ധിക്കണം. കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കരുത്. നമ്മളെ മനസ്സൊക്കെ വായിക്കാൻ അവർക്ക് എത്ര എളുപ്പത്തിൽ കഴിയും. ആ രീതിയിലായിരിക്കണം നമ്മൾ അവരുടെ കൂടെ മുന്നോട്ട് പോകേണ്ടത്.